കൃപാസന മാതാവേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എന്റെ പേര് ഫിജി ജോർജ്. ഞാൻ സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, തോപ്പുംപടി. ഞാൻ കഴിഞ്ഞ 2024 മെയ് 31 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഞാനൊരു അധ്യാപികയാണ്. 16 വർഷത്തോളമായി ഞാൻ എന്റെ BEd പഠനം കഴിഞ്ഞുവെങ്കിലും പല പല സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 വർഷത്തോളം ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു ടീച്ചറിന് വേണ്ടതായ എല്ലാ യോഗ്യതകളും എന്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ്, നെറ്റ് കാറ്റഗറി എല്ലാ പരീക്ഷയും പാസ്സായെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇങ്ങോട്ട് പോന്നു പകുതിയായില്ല, ചേർത്തല എത്തിയുള്ളൂ വണ്ടി. അപ്പോഴേക്കും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു സ്കൂളിൽ നിന്ന് ഒരു സെലക്ഷൻ കോൾ കിട്ടുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ അത്ഭുതം. ഞാൻ മാതാവിന്റെ സന്നിധിയിൽ വരുവാൻ ഞാനൊരു നിശ്ചയം എടുത്തപ്പോൾ തന്നെ എന്നെ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ചു. ഇവിടെ പോലും എത്തേണ്ടി വന്നില്ല. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ക്ലാസ് കേട്ടു, എല്ലാം കൃത്യമായി മനസ്സിലാക്കി വളരെ കാര്യമായി ഉടമ്പടി ക്രമങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഞാൻ മാത്രമാണ് ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മച്ചിയും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും, എനിക്ക് 16 വയസ്സുള്ള ഒരു മോളും 5 വയസ്സുള്ള ഒരു മോനുമാണുള്ളത്. ഇവർ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിലെ മരിയൻ ഉടമ്പടി പ്രാർത്ഥനകൾ, യൂട്യൂബ് ധ്യാനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യത്തെ ഇന്റർവ്യൂ കോൾ വന്ന് ഞാനൊരു ഗസ്റ്റ് ടീച്ചറായി +2 എയ്ഡഡ് സ്കൂളിൽ കയറി. അതിനുശേഷവും ഞാൻ സ്ഥിര വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥിര ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവിനെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഈ വർഷത്തെ പരീക്ഷ ഞാൻ എഴുതി, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറി, ഇന്റർവ്യൂവിൽ കയറി, എല്ലാം ചെയ്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ, മാതാവിനെ കൈവടിയില്ലെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മെയ് 31 എനിക്ക് മാത്രം കോൾ വരുന്നില്ല. ബാക്കി എൻ്റെ കൂട്ടുകാർക്കൊക്കെ കോൾ വന്നു. അപ്പോൾ പിന്നീടും എനിക്ക് സങ്കടമാകാൻ തുടങ്ങി. പക്ഷേ എവിടേക്കോ ഒരു റേ ഓഫ് ഹോപ്പ് ഇസ് ദേർ. അതവിടെ എൻ്റെ മനസ്സിൽ കിടന്നു. വീണ്ടും ഞാൻ ഉടമ്പടികളൊക്കെ വീണ്ടും വളരെ ശക്തമായിട്ട്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇതെല്ലാം പാലിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ ആ ഗസ്റ്റ് പോസ്റ്റിൽ തന്നെ ടീച്ചറായിട്ട് ജോലിക്ക് കയറി. അതിനുശേഷം ജൂൺ 13 ആയപ്പോഴേക്കും എനിക്കൊരു കോള് വരികയാണ്. പെർമനന്റ് വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ 20-ാം തീയതി എനിക്കൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു ഗവൺമെന്റ് സർവീസിൽ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനി ഇതല്ല, അതിലും കൂടുതലൊരു അനുഗ്രഹമാണ് എനിക്ക് 20-ാം തീയതി ജൂണിൽ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങിക്കുവാനായി ഞാൻ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന നേരം പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ VP ജോസഫ് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ മേടയിൽ